ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു പോക്കറ്റ് സ്കൂൾ. അപ്പോൾ സമാന്തര ശ്രേണികൾ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറേ പാർട്ടുകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇന്ന് നമ്മൾ തുകയുടെ വേറൊരു രൂപമാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ്, ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, അതായത് എണ്ണൽ സംഖ്യ, ഒറ്റ സംഖ്യ, ഇരട്ട സംഖ്യ എന്നിവയുടെ തുക കാണുന്ന മെത്തേഡുകളാണ് പഠിച്ചത്. പിന്നെ ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇനി ശ്രേണികളായി വരുന്ന ഈ രൂപത്തിലുള്ള എണ്ണൽ സംഖ്യ, ഒറ്റ സംഖ്യ, പിന്നെ ഇരട്ട സംഖ്യയോ അല്ലാത്ത, അതുപോലെ ഈവൻ നമ്പേഴ്സ്, ഓഡ് നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ് അല്ലാത്ത സീക്വൻസുകൾ വന്നാല്, അല്ലാത്ത ശ്രേണികൾ വന്നാല് എങ്ങനെയാണ് തുക കണ്ടുപിടിക്കാനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. ഓക്കെ, അപ്പൊ മക്കളെ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ ആണല്ലോ? യെസ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ അല്ലെ? ഈ നാച്ചുറൽ നമ്പറിന്റെ സമ്മ കണ്ടിരുന്നത് എങ്ങനെയായിരുന്നു? n/n+1/2 ആയിരുന്നു. അതേപോലെ തന്നെ പിന്നെ ഈവൻ നമ്പേഴ്സ് ആയപ്പോ n×n+1 ആയിരുന്നു. ഓഡ് നമ്പർ ആയപ്പോ n² ആയിരുന്നു നമ്മൾ പഠിച്ചത് അല്ലേ? ഇതിന് മുന്നത്തെ ക്ലാസ്സിൽ. ഓക്കെ, എണ്ണൽ സംഖ്യയുടെ തുക n×n+1/2, ഇരട്ട സംഖ്യയുടെ തുക n×n+1, ഒറ്റ സംഖ്യയുടെ തുക n². ഈ രൂപത്തിലല്ല നമ്മൾ പഠിച്ചത്. അപ്പൊ ചില സമയത്ത് ചില ശ്രേണികൾ, ഫോർ എക്സാമ്പിൾ 10, 16, 22 ഒരു സമാന്തര ശ്രേണിയല്ലേ? അല്ലേ? യെസ്. ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ പറയുകയാണെങ്കിൽ ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 25 ടേംസിന്റെ ഫസ്റ്റ് 25 ടേംസിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് അപ്പൊ നമ്മൾ n×n+1/2 എന്ന് ചെയ്താൽ നമുക്ക് ആൻസറിലേക്ക് എത്തൂല. ഓക്കെ, ഇത് നാച്ചുറൽ നമ്പർ അല്ലല്ലോ, എണ്ണൽ സംഖ്യ അല്ലല്ലോ. അപ്പൊ നമ്മൾ ചെയ്യുന്ന മെത്തേഡുകളാണ് കേട്ടോ. പേജ് നമ്പർ 33 ടെക്സ്റ്റിൽ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ രൂപത്തിലൊക്കെ വരികയാണെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നുള്ള മെത്തേഡ് പറയുന്നത് Sn സം ഓഫ് n ടേംസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഓക്കെ, അതായത് സം ഓഫ് n ടേംസ്, n പദങ്ങളുടെ തുക കണ്ടുപിടിക്കാൻ വേണ്ടി n/2 ഇൻറ്റു ആദ്യ പദം പ്ലസ് n-ാം പദം, അതായത് അവസാന പദം. ഓക്കെ, ഈ ആദ്യ പദവും n-ാം പദവും കൂടെ കൂട്ടുക, അവസാന പദവും x1 പ്ലസ് xn nth ടേം. ഓക്കെ, ഇത് കൂട്ടിയിട്ട് എത്രയാണോ പദങ്ങളുടെ എണ്ണം, ആ പദങ്ങളുടെ എണ്ണത്തിന്റെ പകുതി കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? സം ഓഫ് n ടേംസ്, n പദങ്ങളുടെ തുക കിട്ടും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നമ്മളെ ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. Sn is equal to n/2 into x1 plus xn. ഓക്കെ, പേജ് നമ്പർ 33 കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റ് ഒന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. ഓക്കെ, n/2 into x1 plus xn. ഇത് എങ്ങനെ വന്നത് നിങ്ങൾക്ക് അറിയോ? എങ്ങനെ വന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കും. 2, 5, 8, 11, 14 ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ലേ? അല്ലേ മക്കളെ? ഇതൊരു സമാന്തര ശ്രേണി അല്ലേ? എന്തുകൊണ്ടാണ് ഇത് സമാന്തര ശ്രേണി ആയത്? ഇത് സമാന്തര ശ്രേണി ആവാൻ കാരണം എന്താ? ഇതിന്റെ അടുത്തടുത്ത് വരുന്ന പദങ്ങളുടെ വ്യത്യാസം തുല്യമാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ടു കോൺസിക്യൂട്ടീവ് ടേംസ് ആർ ഈക്വൽ. സോ ദിസ് ഇസ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അതുകൊണ്ട് ഇതൊരു സമാന്തര ശ്രേണിയാണ്. ഓക്കെ, ഇതിന്റെ പൊതുവ്യത്യാസം എന്താ? 3 ആണ് പൊതുവ്യത്യാസം അല്ലേ? യെസ്. ഇനി ശ്രദ്ധിക്കുക, നമ്മള് പഠിച്ചില്ലല്ലോ. എന്താ പഠിച്ചത്? യെസ്, പഠിച്ച കാര്യമാണ്. ഇതിനെ ജോഡികളാക്കി ചെയ്യുന്ന മനസ്സിലാക്കുന്നില്ലേ? ഈ 14നോട് കൂടെ അടുത്ത പദം എന്താ വരിക? അടുത്ത പദം 17 വരിക അല്ലെ? അപ്പൊ ഇതിനെ നമുക്ക് എത്ര ജോഡികളാക്കാം? ഈ 2ഉം 17 ഒരു ജോഡി, 5ഉം 14 ഒരു ജോഡി, 8ഉം 11 ഒരു ജോഡി അല്ലെ? 2ഉം 17 കൂടെ കൂട്ടുമ്പോ എത്ര കിട്ടുന്നുണ്ട്? 19 കിട്ടുന്നുണ്ട്. 5ഉം 14 കൂട്ടുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്? 19 കിട്ടുന്നുണ്ട്. 8ഉം 11 കൂട്ടുമ്പോൾ എത്ര കിട്ടുന്നത്? 19. അപ്പൊ ഈ 6 പദങ്ങളെ നമുക്ക് 3 ജോഡികളാക്കാം അല്ലെ? അപ്പൊ 3 × 19 വരും അല്ലെ? അപ്പൊ 3 × 19 പറഞ്ഞാൽ എന്ത് കിട്ടും? 9, 27, 3 × 3 57. അപ്പൊ ഈ പദങ്ങൾ കംപ്ലീറ്റ് കൂട്ടിയാൽ 57 ആണ് കിട്ടുക. ഓക്കെ, അതായത് 3 ജോഡികളാക്കി. 3 ജോഡികൾ എന്ന് പറഞ്ഞാൽ മൊത്തം 6 ഉള്ളത്. 6ന്റെ പകുതിയാണ് 3 ജോഡികളായത്.
പ്ലസ് ഈ ആദ്യ പദം 2 അവസാന പദം 17 യെസ് 6ന്റെ പകുതി 3 2 17 കൂട്ടിയാൽ 19 ആ 3 × 19 നമ്മുടെ ആൻസർ ആയ 57 കിട്ടിയത്. എങ്ങനെ കിട്ടിയ മനസ്സിലായോ? 6 പദങ്ങളാണെങ്കിൽ നമുക്ക് 3 ജോഡികളാക്കി മാറ്റാം. 6 ടേംസ് ആണെങ്കിൽ 3 പെയേഴ്സ് ആക്കി മാറ്റാം. എന്നിട്ട് ആ പെയേഴ്സിന്റെ ആദ്യത്തെയും അവസാനത്തെയും കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും എല്ലാ ജോഡിയും വരിക. ഈ ഫസ്റ്റും ലാസ്റ്റും കൂട്ടുമ്പോൾ 19 കിട്ടുന്നുണ്ട്, ഈ സെക്കൻഡ് ലാസ്റ്റും കൂട്ടുന്ന സമയത്തും 19 കിട്ടും. അങ്ങനെ എന്താണ് ജോഡികളാക്കി മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആൻസറിലേക്ക് എത്തും. അത് തന്നെയാണ് നമ്മൾ ഈ പഠിച്ചത്. എന്ത്? Sn is equal to n/2 into x1 plus xn. n/2 എന്ന് പറഞ്ഞാൽ എന്താ? അത് പദങ്ങളുടെ എണ്ണത്തിന്റെ പകുതി. ആ പദങ്ങളുടെ എണ്ണത്തിന്റെ പകുതിയാണ് നമുക്ക് ജോഡികളുടെ എണ്ണം ഉണ്ടാവുക. ഇവിടെ 6 പദങ്ങളായപ്പോൾ 3 ജോഡികളാണ് നമുക്ക് കിട്ടിയത്. മനസ്സിലായില്ലേ? അപ്പൊ 100 പദങ്ങൾ ഉണ്ടെങ്കിൽ എത്ര ജോഡികൾ ഉണ്ടാവും? 50 ജോഡികൾ ഉണ്ടാവും അല്ലേ? 50 ടേംസ് ആണെങ്കിൽ ഹൗ മെനി പെയേഴ്സ്? 25 അല്ലേ? അല്ലേടാ. 500 ടേംസ് ആണെങ്കിൽ ഹൗ മെനി പെയേഴ്സ്? 250 പെയേഴ്സ്. അപ്പൊ ഒരു സംശയം വരും, ഇപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഈവൻ നമ്പേഴ്സ് ആണല്ലോ, നമ്പർ ഓഫ് ടേംസ്. പദങ്ങളുടെ എണ്ണം 6 ആണെങ്കിലല്ലേ ഇപ്പൊ എങ്ങനെ വരുന്നത്? അപ്പൊ പദങ്ങളുടെ എണ്ണം ഇവിടെ ഈ 17 ഇല്ല, 14 വരെ ഉള്ളൂ. ഈ 14 വരെ ഉള്ളൂ എങ്കിൽ പദങ്ങളുടെ എണ്ണം എന്തായിരിക്കും? പദങ്ങളുടെ എണ്ണം 5 ആണ്. അപ്പൊ എങ്ങനെ ഇതിനെ ജോഡികളാക്കുക? അപ്പൊ ഒരു കൺഫ്യൂഷൻ വരും അല്ലേ? പദങ്ങളുടെ എണ്ണം 5 ആവുമ്പോൾ ഓഡ് നമ്പേഴ്സ് ആവുന്ന സമയത്ത് അപ്പൊ ശ്രദ്ധിക്കേണ്ട സാധനം, ഈ n പകരം എന്ത് ചെയ്താൽ മതി? 5/2 5/2 എന്നാക്കാം. ഓക്കെ, എന്നാലും പദങ്ങളുടെ എണ്ണം 5 ആണ്. 5/2. ആദ്യ പദം എന്താ? ആദ്യ പദം 2 ആണ്. അവസാന പദം ഏതാ? 14 ആണ്. ഇത്രയേ ഉള്ളൂ. 5/2 എന്ന് പറഞ്ഞാൽ 5/2 ഇൻറ്റു 2ഉം 14 കൂട്ടി എത്ര? 16 ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ ഓഡ് നമ്പേഴ്സ് ആണ് നമ്പർ ഓഫ് ടേംസ് എങ്കിലും നമുക്ക് യാതൊരുവിധ പ്രശ്നവും ഇല്ല. നമ്മൾ എത്രയാണോ കൊടുക്കുക അതങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഈ 2ഉം 14 കൂട്ടുമ്പോൾ 16 ആയി. 16 വെട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? 8 കിട്ടുന്നുണ്ട്. 5 8 എത്ര കിട്ടും? 40. അതായത് ഈ 5 പദങ്ങളുടെ കൂടെ 40 ആയിരിക്കും. 2ഉം 5ഉം 7ഉം 8ഉം 15ഉം 26ഉം 40 തന്നെയാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ കുറച്ച് നമ്പറൊക്കെ നമുക്ക് ഇങ്ങനെ കൂട്ടാൻ പറ്റും. പക്ഷെ കുറെ നമ്പർ 25 പദങ്ങൾ 50 പദങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇത്ര എളുപ്പം കൂട്ടാൻ കഴിയൂല. അപ്പൊ ആ സമയത്ത് ആ സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യാം? ഇത് ഡയറക്റ്റ് ആയി ഇതിനിപ്പോ ജോഡിയാക്കുമ്പോ ഈ 2ഉം 14ഉം ജോഡിയാക്കാം, 5ഉം 11ഉം ജോഡിയാക്കാം, 8നെ ജോഡിയാക്കാൻ ആളില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇയാള് ജോഡിയിൽ അര ജോഡിയേ ഉള്ളൂ, അര ജോഡി. അപ്പൊ ഈ 5/2 പറഞ്ഞാൽ ശരിക്കും 2.5 എന്നാണ്. 5/2 എന്ന് പറഞ്ഞാൽ 2.5 എന്നാണ്. ഓക്കെ, അപ്പൊ 2 + 14 = 16 ആയി മാറി. അപ്പൊ 5/2 എന്ന് വന്നു. ഇനി ചില ആളുകൾക്ക് ഇത് ആൻസർ 14 എന്ന് കിട്ടിയ ആൻസർ കറക്റ്റ് ആണ് കേട്ടോ. ചില ആളുകൾക്ക് ഈ വെട്ടുന്നത് വളരെയധികം എന്താ പറയാ, ഒരു വെട്ടും പറഞ്ഞിട്ട് കൺഫ്യൂഷൻ വരും. ഈ 2ഉം 16ഉം വെട്ടിയാ എന്റെ ആൻസർ ശരിയാവോ തെറ്റുവോ? അങ്ങനെ വെട്ടാൻ കട്ടിങ് പ്രയാസമുള്ള ആളുകൾ പോയി കട്ട് ചെയ്യാൻ നിൽക്കണ്ട. പ്രയാസം ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ 5നെ 16 കൊണ്ട് ഗുണിക്കാം. 5നെ 16 കൊണ്ട് ഗുണിക്കുമ്പോൾ എത്ര കിട്ടും? 5 × 16 എന്ന് പറഞ്ഞാൽ 80 ആണ്, 80 ആണ്. ആ 80ന് 2 കൊണ്ട് ഹരിക്കുക. 80ന്റെ പകുതി എത്രയാ? 40 ആണ്. അങ്ങനെയും ഒക്കെ ചെയ്യാട്ടോ. ചില ആളുകൾക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരലുണ്ട്, ഇങ്ങനെ വെട്ടി ചെയ്യാൻ പ്രയാസം വരും. ഇതൊക്കെ പ്രയാസത്തിന്റെ ആവശ്യമൊന്നുമില്ല. 14 2 നോക്കുന്ന 8 ആണ്. പക്ഷെ എങ്ങനെ ആയാലും ചില ആളുകൾക്ക് ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഏതാണോ ഈ താഴെയുള്ള നമ്പർ, ആ താഴെയുള്ള നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ആ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നത്? ആൻസർ കിട്ടും. ഓക്കെ, വേറെ മക്കളെ? ഓക്കെ ആയില്ലേ? യെസ്. അപ്പോ നമ്മൾ സം കാണാൻ ഉപയോഗിക്കുന്ന ഫോർമുലയായിട്ട് ഇപ്പൊ പഠിച്ചതാണ് Sn = n/2 × x1 + xn. ഓക്കെ, അപ്പൊ ഈ തുക കണ്ടുപിടിക്കാൻ പല രീതിയിലുള്ള സം കാണാൻ വേണ്ടി പല ഡിഫറെന്റ് ടൈപ്സിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യണം. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാ മെത്തേഡും കൂടെ പറഞ്ഞിട്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഒരു മെത്തേഡ് ഞാൻ ഈ മെത്തേഡ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തു പോകുന്നു കേട്ടോ. പല മെത്തേഡുകളുണ്ട്. അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പല രൂപത്തിൽ നമുക്ക് ആൻസർ എത്താൻ പറ്റും. ഏറ്റവും സിംപ്ലസ്റ്റ് വേയിലൂടെ നമ്മൾ ആൻസർ എത്താൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇനി ഞാൻ ക്വസ്റ്റ്യൻ വായിക്കുന്നു. ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്തു പോകാം. റെഡി? തുടങ്ങല്ലേ?
ഓക്കെ, ഫസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് തന്നെ വരാം. 10, 16, 22 എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 25 ടേംസിന്റെ സമ്മാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, റെഡി? അതായത് 10, 16, 22 എക്സെട്ര എന്ന് പറയുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കണ്ടുപിടിക്കുക എന്നാണ്. അപ്പൊ തുക കണ്ടുപിടിക്കാൻ ഇപ്പൊ നമ്മൾ പഠിച്ചു Sn = n/2 into ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ്, x1 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം, xn എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ടേം. ഓക്കെ, അതായത് n പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ n/2 into ആദ്യ പദം പ്ലസ് അവസാന പദം. അപ്പൊ ഇതില് ഓരോ തന്ന കാര്യങ്ങളും നമ്മൾ റൈറ്റ് സൈഡിൽ എഴുതാൻ പോവാ കേട്ടോ. ഇതിന്റെ 25 പദങ്ങളുടെ തുക കാണുക എന്നല്ലേ പറഞ്ഞത്. അപ്പൊ n = 25 n = 25 യെസ്, 25 പദങ്ങളുടെ തുക കാണുക എന്നാട്ടോ. അതായത് ഫൈൻഡ് ദ സം ഓഫ് 25 ടേംസ്. അപ്പൊ n = 25 പദങ്ങളുടെ എണ്ണമാണ് n ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി മക്കളെ x1 ആദ്യ പദം എന്ന് പറഞ്ഞെങ്കിൽ എന്താ? ആദ്യം എന്ന് പറഞ്ഞാൽ ഈ ആദ്യം കാണുന്ന സംഖ്യ ഫസ്റ്റ് ടേം. ഓക്കെ, ഫസ്റ്റ് ടേം 10 ആണ്. റെഡി? യെസ്. ഇനി മക്കളെ x1 10 ആണെങ്കിൽ n 25 ആണെങ്കിൽ ഇനി നമുക്ക് ഇവിടെ ആവശ്യം xn ആണ്, അവസാന പദം. അവസാന പദം എന്ന് പറഞ്ഞാൽ x 25 ആണ്. x 25 നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, x 25 ഇതിലറിയോ? ഇല്ല. അപ്പൊ x 25 കിട്ടാൻ വേണ്ടി നമുക്ക് അറിയാം എങ്ങനെ. x25 = x1 കൂടെ 24d കൂട്ടിയാ പോരെ. ഇതൊക്കെ നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചതാ അല്ലേ? ഈ 1 24 കൂട്ടി 25. x10 കൂടെ ആണെങ്കിൽ 15d, 10 ഉം 15ഉം കൂട്ടുമ്പോഴല്ലേ 25 ആവുക. അപ്പൊ x1 കൂടെ 24d കൂട്ടിയാൽ നമുക്ക് x25 കിട്ടും. അപ്പൊ ഈ x1 എന്താ? 10 ആണ്. പ്ലസ് 24 into d എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടിയത്? ഇതിന്റെ d എന്താ മക്കളെ? d = 6 അല്ലേ? d എന്ന് പറഞ്ഞാൽ പൊതു വ്യത്യാസം 16 10 കുറയ്ക്കുക 6 കിട്ടും അല്ലേ? കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ 16 - 20 that is equal to 6 എന്ന് കിട്ടും. ഓക്കെ, റെഡി? അപ്പൊ കോമൺ ഡിഫറൻസ് 6 ആണ്, പൊതു വ്യത്യാസം 6 ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? 10 പ്ലസ് 24 6 കൊണ്ട് ഗുണിച്ചാൽ എന്താ? 4 24, 2 12 14. 144 10 കൂടെ കൂടുന്ന സമയത്ത് എന്ത് കിട്ടുന്നുണ്ട്? 154 കിട്ടിയോ? അതായത് 25ാമത്തെ പദം എന്ത് കിട്ടിയ മക്കളെ? 25th term is 154. എങ്ങനെ കിട്ടിയത്? x1 കൂടെ 24 പൊതുവ്യത്യാസം കൂട്ടിയില്ലേ? 50ാം പദാണെങ്കിൽ എന്താ ചെയ്യുക? x1 കൂടെ 49 പൊതുവ്യത്യാസം നമ്മൾ കൂട്ടൂല്ലേ? അങ്ങനെയല്ലേ ചെയ്തിരുന്നത്? എന്താ പറയാ, 100ാം പദാണെങ്കിൽ എന്ത് ചെയ്യും? ആദ്യ പദത്തോടുകൂടെ 99 പൊതുവ്യത്യാസം നമ്മൾ കൂട്ടും. അങ്ങനെയല്ലേ ചെയ്തത്? അപ്പൊ ഇവിടെ x25 = 10 + 144 154 എന്ന് കിട്ടി. ഇനി മക്കളെ നമുക്ക് ഈ ശ്രേണിയുടെ 25 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചൂടെ? ഈ സമാന്തര ശ്രേണി, ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ 25 ടേംസിന്റെ സം ഇനി കണ്ടെത്തിക്കൂടെ? എങ്ങനെ ചെയ്യുന്നത്? Sn = n/2 into x1 + xn ആണ് ഫോർമുല. അപ്പൊ S25 = n/2. n-ന് പകരം ഈ 25 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യല്ലേ? 25/2. മക്കളെ x1 എന്താ കൊടുക്കണ്ടേ? S10 പ്ലസ് xn എന്ത് കൊടുക്കണം? 154 കൊടുത്തില്ലേ? റെഡിയല്ലേ? മക്കളെ 25/2 10ഉം 154ഉം കൂടെ ആഡ് ചെയ്യുമ്പോ എന്ത് കിട്ടും? എടാ 10 184 എത്രയാ? 164 ആണ് കിട്ടുന്നത് അല്ലേ? 164 നമുക്ക് 2 കൊണ്ട് കട്ട് ചെയ്തൂടെ? 164 2 കൊണ്ട് കട്ട് ചെയ്യാം. 16 8 തവണ 4 2 തവണ 164ന്റെ പകുതി 82 എന്ന് വരും. 82 എന്ന് വരും കേട്ടോ. ഞാൻ എന്താ 25 2 കൊണ്ട് കട്ട് ചെയ്യാൻ? 25 2 കട്ട് ചെയ്താൽ 12.5 കിട്ടും. 12.5 164 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആൻസർ കറക്റ്റ് ആട്ടോ. ഈ പോയിന്റ് കുടിക്കുമ്പോ ദശാംശം കുടിക്കുമ്പോൾ പലർക്കും ചിലപ്പോൾ തെറ്റിപ്പോന്ന് വിചാരിച്ചിട്ടാണ് ഇതിന് ഇങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇനി അങ്ങനെയൊക്കെ പ്രയാസം വരുന്നുണ്ടെങ്കിൽ നേരെ 25 164 കൊണ്ട് ഗുണിക്കുക. ഗുണിച്ചിട്ട് 2 കൊണ്ട് ഹരിച്ചാലും മതിയേ. ഓക്കെ, ഇനി 25 × 82. 25ന് 82 കൊണ്ട് ഗുണിക്കുക അല്ലെ? 2 5 എത്ര? 10. 8 5 എത്ര?
എസ് 8 5 40 41 2 2 4 2 8 16 അല്ലേ? എസ് 0 5 0 2 എത്ര കിട്ടി? 2050. അതായത് 10 16 22 എക്സെട്ര എന്ന് പറയുന്ന അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 25 ടേംസിന്റെ സമ്മാണ് 2050. ഓക്കെ, അതായത് നമ്മൾ എന്താ പറയാ 10 16 22 എക്സെട്ര എന്ന് പറയുന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുകയാണ് 2050. ഓക്കെ അല്ലേ മക്കളെ? റെഡിയാണോ? ഓക്കെ, യെസ്. അപ്പൊ ഈ ചെയ്ത മെത്തേഡ് ഇങ്ങനെ വരുന്നുണ്ട്. അല്ലെങ്കിൽ വേറെ രൂപത്തിലും കൂടെ പറയാം. പറഞ്ഞ കൺഫ്യൂഷൻ ആവോ? പറയണോ? ഞാൻ ജസ്റ്റ് ഒന്ന് പറയാട്ടോ. വേറെ രൂപം കൂടെ പറയാണ്. പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് ക്ലിയർ ആവുന്നില്ല നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് ശരിക്കും പഠിച്ചാൽ മതിയോ, എല്ലാം കൂടെ പഠിച്ചാണ്ട് ആകെ കൊള്ളാക്കരുതേ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലല്ലോ, മിഡിൽ ടേം ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ് നമ്മൾ പഠിച്ചില്ലല്ലോ. മധ്യപദം സമം തുക ബൈ പദങ്ങളുടെ എണ്ണം എന്ന് പഠിച്ചില്ലേനോ മക്കളെ? യെസ്. ഇതിൽ നിന്ന് നമ്മൾ തുക സമം എന്തായിരുന്നു? നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം എന്ന് പഠിച്ചില്ലേനോ? ഓക്കെ, അതായത് തുക സമം പദങ്ങളുടെ എണ്ണം ഇൻറ്റു മധ്യപദം നമ്മൾ പഠിച്ചില്ലല്ലോ. യെസ്. അപ്പൊ നമ്മൾ ഇവിടെ നമുക്ക് തുകയാണ് വേണ്ടത്. എത്ര പദങ്ങളാ പറഞ്ഞത്? 25 പദങ്ങളാ പറഞ്ഞത്. അപ്പൊ 25 പദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ നടുവിൽ എത്ര ആമന ഉണ്ടാവുക? 25 പദമാവുമ്പോ 25 + 1 26. 26 / 2 പറഞ്ഞാൽ 13ാമത്തെ പദമാണ് മിഡിൽ ടേം ഉണ്ടാവുക, മധ്യപദം ഉണ്ടാവുക. ഇവിടെ 25 പദം എന്ന് പറഞ്ഞാൽ 13ാമനല്ലേ മധ്യത്തിൽ ഉണ്ടാവുക. അതായത് 12 ആൾ അങ്ങോട്ടും 12 ആൾ ഇങ്ങോട്ടും. അപ്പൊ നടുവില് 13ാമനല്ലേ ഉള്ളത്. യെസ്. അപ്പൊ എന്താണ്? x 13 25 കൊണ്ട് ഗുണിച്ചാൽ നമ്മൾ ആൻസറിലേക്ക് എത്തുന്ന പറഞ്ഞു. അപ്പൊ 25 ഇൻറ്റു x 13. അപ്പൊ x 13 കണ്ടുപിടിക്കണം മക്കളെ. x 13 കിട്ടാൻ വേണ്ടി ആദ്യ പദത്തിനോടുകൂടെ എത്ര പദ വ്യത്യാസം? 25 കാണാൻ വേണ്ടി ആദ്യ പദത്തിനോടുകൂടെ 24 പദ വ്യത്യാസം അല്ലേനോ? യെസ്. അപ്പൊ x1 കൂടെ ഹൗ മെനി കോമൺ ഡിഫറൻസ്? ദാറ്റ് ഈസ് 12 കോമൺ ഡിഫറൻസ്. എടാ 1 12 അല്ലേ 13 വരിക. x1 x13 x1 + 12d എന്ന് വരും. അപ്പൊ x1 പകരം എന്ത് കൊടുക്കുന്നു? 10 + 12 ഇൻറ്റു ഡിക്ക് പകരം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡിക്ക് പകരം 6 എന്ന് കൊടുക്കുന്നു. ഓക്കെ, 10 + 12 ഇൻറ്റു 6 എന്ന് പറഞ്ഞാൽ എന്താ? 12 ഇൻറ്റു 6. യെസ്, 12 ഇൻറ്റു 6 എന്ന് പറഞ്ഞെങ്കിൽ 72. 10 6 60 അല്ലേ? പിന്നെ 2 6 12. ആ 60ഉം 12ഉം കൂടി 72 ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. യെസ്, അതാണ് മാത്സ്. നമ്മൾ ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് മനസ്സിരുത്തി പഠിക്കണം. അപ്പൊ മാത്സ് സിമ്പിൾ ആയിട്ട് ഐഡിയ മനസ്സിലാക്കി നമ്മൾ അങ്ങനെ അടുത്തേക്ക് വരും. മാത്സ് ആയിരിക്കും ഏറ്റവും എളുപ്പമുള്ള വിഷയം. നിങ്ങൾക്ക് ആ ലെവലിൽ നിങ്ങൾ നോക്കണം കേട്ടോ. യെസ്. അപ്പൊ ഇവിടെ 10 + 72 എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായി? 82. അപ്പൊ 13ാമത്തെ പദം എന്ത് കിട്ടി? 82 82. അപ്പൊ മധ്യപദം 82 എന്ന് കിട്ടി. അപ്പൊ 82 നമുക്ക് x13 പകരം കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവ തമ്മിൽ ഗുണിക്കാം. 25നെ 82 കൊണ്ട് ഗുണിച്ചാൽ എന്ത് കിട്ടും? യെസ്, നോക്കിയേ. 82 × 25. അപ്പോ 5 2 10 8 5 40. എന്ത് കിട്ടും? 41. 2 2 4 2 8 16. ഒന്ന് കൂട്ടി നോക്കിയേ. 0 5 0 2. നേരത്തെ നമുക്ക് കിട്ടിയ ആൻസർ സെയിം ആണോ? ആണോ? ആദ്യം കിട്ടിയ ഉത്തരം ഈ ഉത്തരവും തുല്യമാണോ? യെസ് ആണ്. 2050 എന്നല്ലേ നേരത്തെ കിട്ടിയത്. അപ്പൊ ഏതാ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത്? ഏത് മെത്തേഡും യൂസ് ചെയ്യാം കേട്ടോ. അതായത് ഇപ്പൊ ഞാൻ ഉപയോഗിച്ച നമ്പർ ഇൻറ്റു മിഡിൽ ടേം ആണ് ഉപയോഗിച്ചത്. നേരത്തെ നമ്മൾ ഉപയോഗിച്ചത് n/2 × x1 + xn. അതൊക്കെ തന്നെയാണ് ഈ സംഗതിയൊക്കെ വരുന്നത് കേട്ടോ. നമ്മള് ആദ്യ പദവും അവസാന പദവും കൂട്ടിയപ്പോൾ നമുക്ക് 82 തന്നെ അല്ലെ വരുന്നത്. അപ്പൊ ആ രൂപത്തിലാണ് ഇതിന്റെ ആൻസറിലേക്ക് എത്തുന്നത്. 2050 ദാറ്റ് ഈസ് ദ ഫൈനൽ ആൻസർ. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ. അപ്പൊ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം നമുക്ക്. ഓക്കെ, ടെക്സ്റ്റിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആവുന്നുണ്ട്. 35th പേജിലെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പെടുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ക്വസ്റ്റ്യൻ മാത്രം ഞാൻ പറയുന്നുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. ഉറപ്പാണ് കിട്ടും. ഷുവർ. എനിക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ശരിക്കും ഒരു 5 minutes നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കണേ. യെസ്,
find the sum of the first 25 terms of each of the arithmetic sequences below. Okay, അതിൽ ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത് a is equal to 11, 22, 33 etc. Okay, yes. അതിന്റെ മലയാളം മീഡിയത്തിലെ ക്വസ്റ്റ്യൻ പറയുന്നത് ചുവടെയുള്ള ഓരോ സമാന്തര ശ്രേണിയുടെയും ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക. ഒന്നാമത്തെ ശ്രേണി ഏതാ? 11, 22, 33. ഈ ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക കാണുക എന്നാ പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ 2 മെത്തേഡുകൾ ചെയ്യാം. അതാണ് നിങ്ങൾക്ക് ഈസിയുള്ള മെത്തേഡ്, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം ശ്രദ്ധിക്കാം, ഇവിടെ 11, 22, 33 എക്സെട്രാ എന്നല്ലേ. ആദ്യ പദം എന്ത് വരുന്നുണ്ട്? 11. പൊതുവ്യത്യാസം എന്ത് വരുന്നുണ്ട്? ഫസ്റ്റ് ടൈം 11 ആണ്. കോമൺ ഡിഫറൻസ് 22 - 11 ദാറ്റ് ഈസ് ഓൾസോ 11 അല്ലേ. പൊതുവ്യത്യാസവും 11 ആണ്. എത്ര പദങ്ങളുടെ തുകയാ വേണ്ടേ? 25. നമ്പർ ഓഫ് ടേംസ് അല്ലേ, 25 ടേംസ് ആണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്താക്കാം? സമ്മ് കണ്ടൂടെ, തുക കണ്ടുപിടിച്ചൂടെ? അപ്പൊ നമ്മള് Sn = n/2 × x1 + xn ഉപയോഗിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? സം = മിഡിൽ ടേം × നമ്പർ ഓഫ് ടേംസ് ഉപയോഗിക്കാം. ഏത് ഉപയോഗിക്കണം? സം = മിഡിൽ ടേം × നമ്പർ ഓഫ് ടേംസ് ഉപയോഗിച്ചാലോ? നിങ്ങൾ മറ്റോ ഉപയോഗിച്ചാലും കുഴപ്പമില്ല, ഏത് ഉപയോഗിച്ചാലും. അപ്പൊ ഞാനിവിടെ സം = മിഡിൽ ടേം × നമ്പർ ഓഫ് ടേംസ്. ഓക്കെ, അതായത് ഇപ്പൊ മലയാളം മീഡിയക്കാർ വിചാരിക്കും മിഡിൽ ടേം എന്ന് പറയുമ്പോൾ എന്താണ്? ഒന്നുമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാം മിഡിൽ ടേം പറഞ്ഞാൽ മധ്യപദമാണ്. നമ്പർ ഓഫ് ടേംസ് തരണമെങ്കിൽ പദങ്ങളുടെ എണ്ണമാണ്. അപ്പൊ നമുക്ക് ഓക്കെ ആണ് കേട്ടോ, അറിയാം. യെസ്, അപ്പൊ സം = മിഡിൽ ടേം × നമ്പർ ഓഫ് ടേംസ്. അപ്പൊ ഇതിൽ 25 പദമാകുമ്പോ മിഡിൽ ടേം എത്രാമനാ? 13 മിഡിൽ ടേം. നമ്മൾ ഇതിന്റെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ കണ്ടില്ലേ? 13 എന്ന് പറഞ്ഞാൽ എന്താ? ആദ്യ പദത്തിനോടുകൂടെ 12 പൊതുവ്യത്യാസം കൂട്ടണം. ആദ്യ പദം എന്ന് പറഞ്ഞാൽ എന്താ? 11 ആണ്. 12 × പൊതുവ്യത്യാസം എന്താ? അതും 11 തന്നെയാ. 11 + 12 11 കൊണ്ട് ഗുണിച്ചാൽ എന്താ മക്കളെ? 12 × 11. 12 × 11. കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഗുണിച്ചു കേട്ടോ. ഒരു 12 വരും, 12 വരും. അപ്പൊ എന്ത് കിട്ടും? 132 എന്ന് കിട്ടും അല്ലേ. 12 × 11 പറഞ്ഞാൽ 132. ഇനി 11 132 കൂട്ടിയാൽ എത്ര കിട്ടാം? 11 + 132 3, 4, 1 143 എന്ന് കിട്ടും അല്ലേ. അപ്പൊ മിഡിൽ ടൈം നമുക്ക് 143 എന്ന് കിട്ടി. ഇനി നമുക്ക് തുക കണ്ടൂടെ? തുക കണ്ടുപിടിച്ചൂടെ? ഈ 25 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താ? മിഡിൽ ടേം നമുക്ക് 143 എന്ന് കിട്ടി. നമ്പർ ഓഫ് ടേംസ് 25 ആണ്. അതായത് ഈ സമാന്തര ശ്രേണിയുടെ 25 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞാൽ മധ്യപദം ഇൻറ്റു നമ്പർ ഓഫ് പദങ്ങളുടെ എണ്ണം. ഓക്കെ, പദങ്ങളുടെ എണ്ണം എന്ന് പറഞ്ഞാൽ 25 പദങ്ങളുടെ തുക. മധ്യപദം നമ്മൾ കണ്ടുപിടിച്ചു 143. മധ്യപദം എങ്ങനെയാ കണ്ടുപിടിച്ച്? x13 ആണ് മധ്യപദം. ടോട്ടൽ 25 പദം ഉണ്ടെങ്കിൽ 13-മനാണ് നടുവിലുണ്ടാവുക. ഓക്കെ, അങ്ങനെ 13-മത്തെ പദം കിട്ടാൻ വേണ്ടി ആദ്യ പദത്തിനോട് കൂടെ 12 പൊതുവ്യത്യാസം ചെയ്തു. അങ്ങനെ നമുക്ക് എന്ത് കിട്ടി? 143 എന്ന് കിട്ടി. അപ്പൊ ഈ 143 25 കൊണ്ട് ഗുണിച്ചു നോക്കുക കേട്ടോ. 143 × 25 35 ഗുണിച്ചാൽ 3 5 15 4 5 എന്ത് കിട്ടുന്നുണ്ട്? 20 21 ആവും. 1 5 5 7 ആയി മാറി. 2 3 6 2 4 8 2 1 2. കൂട്ടിയൊക്കെ 5 1 മാറും 7 7 8 15 2 3 എന്ത് കിട്ടി മക്കളെ? 3575. This is the answer. അതായത് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക എന്ന് പറഞ്ഞെങ്കിൽ എന്താ കിട്ടുന്നത്? 3575. ഈ അരിത്തമെറ്റിക് സീക്വൻസിന്റെ ഫസ്റ്റ് 25 ടേംസിന്റെ സം = 3575. ഓക്കെ അല്ലേ? റെഡി മക്കളെ? ഇതിന്റെ സെക്കൻഡ് പാർട്ടും കൂടെ ഞാനൊന്ന് പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. സെക്കൻഡ് പാർട്ട് 12 23 34 എന്നാണ് കേട്ടോ. ബി പാർട്ട് 12 23
34 എക്സെട്ര കേട്ടോ. സെക്കൻഡ് പാർട്ടിൽ പറയുന്നതാണ്. ഇതിന്റെയും 25 ടേംസിന്റെ സമ്മാണ് വേണ്ടത് കേട്ടോ. നേരത്തെ സെക്കൻഡ് പാർട്ട് നമ്മൾ പറയുന്നത് മൊത്തം 5 പാർട്ടുണ്ട്. 2 ഞാൻ പറയുന്നുണ്ട്, 3 പാർട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യും വേണം കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. എസ് ഇതിന്റെ ഫസ്റ്റ് ടൈം x1 കുറച്ച് സ്പീഡ് പറയുന്നുണ്ട് കേട്ടോ, ഒന്ന് ക്ലിയർ ആയാലും. x1 = 12 ആണ്. കോമൺ ഡിഫറൻസ് പൊതു വ്യത്യാസം എത്ര കിട്ടുന്നത്? 11 ആണ് അല്ലേ. എസ് നമുക്ക് എത്ര പദങ്ങളുടെ തുകയാണ് വേണ്ടത്? 25 പദങ്ങളുടെ തുകയാണ് വേണ്ടത്. അപ്പൊ Sn = ഓക്കെ, Sn = അതായത് 25 അല്ലേ. പദങ്ങളുടെ തുക കിട്ടാൻ വേണ്ടി എന്താ പറയുന്നത്? തുക സമം നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? എസ് മധ്യപദം ഇൻറ്റു എണ്ണമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അതായത് സം = മിഡിൽ ടേം ഇൻറ്റു നമ്പർ ഓഫ് ടേംസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ മിഡിൽ ടേം ഇതിനെ കണ്ടുപിടിക്കണം. മിഡിൽ ടേം പറഞ്ഞാൽ 25 പദങ്ങൾ തന്നെയാണ്. അപ്പൊ മിഡിൽ ടേം എന്ന് പറഞ്ഞാൽ എന്താ? 13ാമത്തെ പദം തന്നെയാണ്. അപ്പൊ x1 കൂടെ എത്ര പൊതുവ്യത്യാസം കൂട്ടണം? 12 പൊതുവ്യത്യാസം കൂട്ടാം. x1 പറഞ്ഞാൽ എന്താ? 12 ആണ്. പ്ലസ് 12 പൊതുവ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താ? 11 ആണ് കേട്ടോ. S12 പ്ലസ് 12 നേരത്തെ വിളിച്ചപ്പോ എത്ര കിട്ടിയത്? 132 അല്ലേ കിട്ടിയത് അല്ലെ. 132 ആണ്. അത് തമ്മിൽ കൂട്ടിയാൽ എത്ര കിട്ടും? 132 12 കൂട്ടിയാൽ 144 എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ മിഡിൽ ടേം കിട്ടി 144 എന്ന് കിട്ടി. നമ്പർ ഓഫ് ടേംസ് എന്താ? നമ്പർ ഓഫ് ടേംസ് = 25. അപ്പൊ ഇവ തമ്മിൽ ഗുണിക്കുക. 144 25 കൊണ്ട് ഗുണിക്കുന്ന സമയത്ത് എന്താ കിട്ടും നമുക്ക്? 144 × 25. 5 4 എത്ര കിട്ടുന്നുണ്ട്? 20. 5 4 20 22. 5 1 5 7 2 4 8 2 4 8 2 1 2. എസ് കൂട്ടി നോക്കിയേ. 0 0 S 6 3. എസ് എത്ര കിട്ടി? 3600 എന്ന് കിട്ടി. അതായത് ഈ സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 25 പദങ്ങളുടെ തുക 3600. സം ഓഫ് 25 ടേംസ് ഓഫ് ഫസ്റ്റ് 25 ടേംസ് ഓഫ് arithmetic is 3600. ക്ലിയർ ആയല്ലോ മക്കളെ? ഓക്കെ അല്ലേ? അപ്പൊ ഇതിലെ നിങ്ങൾ ആ സി പാർട്ട് ഡി പാർട്ട് ഈ പാർട്ട് നിങ്ങൾ തനിച്ച് ചെയ്യാട്ടോ. ഓക്കെ, പേജ് നമ്പർ എത്രയെന്ന് പറഞ്ഞല്ലോ? പേജ് നമ്പർ 35 ഉണ്ടാവും കേട്ടോ ടെക്സ്റ്റിൽ. ഓക്കെ, അതിലെ CDE അതായത് തേർഡ് പാർട്ട്, ഫോർത്ത് പാർട്ട്, ഫിഫ്ത്ത് പാർട്ട്. തേർഡ് പാർട്ടിൽ 21 32 43 എന്നാണ് വരുന്നത് കേട്ടോ. 21 32 43. ഞാനിങ്ങനെ ടെക്സ്റ്റ് ഇല്ലാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ബോർഡിൽ എഴുതി തരാം കേട്ടോ. നെക്സ്റ്റ് ഡി പാർട്ടിൽ വരുന്നത് എന്താ? 19 28 37. ഈ പാർട്ടിൽ വരുന്നതോ 1 6 11 എക്സെട്ര. ഓക്കെ, ഇതിന്റെ ഒക്കെ 25 പദങ്ങളുടെ തുകയാണ് കണ്ടുപിടിക്കേണ്ടത്. നിങ്ങൾക്ക് കിട്ടും, ഷുവറാണ്. ഒരു തെറ്റും നിങ്ങൾക്ക് വരില്ല കേട്ടോ. അഥവാ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് ചോദിക്കുക കേട്ടോ. കമന്റിൽ നിങ്ങൾ ചോദിക്കുക, സാർ എന്താണ് ഇതിന്റെ ഏതാ ഏരിയകൾ കിട്ടും, അതെങ്കിൽ ചോദിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ മക്കളെ, അപ്പൊ നമ്മൾ തുക കാണുന്നതിന്റെ വേറെ രൂപമാണ് പറഞ്ഞത്. നല്ല ഈസിയാണ്. മനസ്സിൽ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇത് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒരിക്കലും തരില്ല. എക്സാമിനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഓക്കെ, വീണ്ടും നിങ്ങൾ എഴുതി പഠിക്കണം. ഓക്കെ, ഇതിന്റെ ബാലൻസ് ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.